എല്ലാവർക്കും നമസ്കാരം. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത ഓപ്പറേഷൻ ലിവറേജ് എന്ന വീഡിയോയിൽ അസറ്റ് ടേൺ ഓവറിൽ ഡിപ്പ് വരുമ്പോഴത്തേക്കും ROE എഫക്റ്റഡ് ആവുന്ന കാര്യം നമ്മൾ ഏകദേശം സംസാരിച്ചു. പിന്നെ പ്രോഫിറ്റബിലിറ്റി എന്ന വീഡിയോയിൽ ലെവറേജ് കൂടുമ്പോൾ അല്ലെങ്കിൽ കമ്പനിയുടെ കടം കൂടുമ്പോഴത്തേക്കും ROE കൂടി നിൽക്കാനുള്ള ഒരു സാധ്യതയെ പറ്റി നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇത് കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്ക് ഉണ്ടോ, അനലിറ്റിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ടോ എന്നുള്ള അന്വേഷണമാണ് നമ്മൾ ഡ്യൂപോണ്ട് അനാലിസിസ് എന്നൊരു അനാലിറ്റിക്കൽ ഫ്രെയിംവർക്കിൽ എത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ട് ഈ പറഞ്ഞ ROEയുടെ ഡ്രൈവേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഫ്രെയിംവർക്കാണ് ഡ്യൂപോണ്ട് അനാലിസിസ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇൻഫോണ്ടറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഈസ് യുവർ ഹോസ്റ്റ് പ്രവീഷ്. അപ്പോൾ ഡ്യൂപോണ്ട് അനാലിസിസ് ഒരു അനലിറ്റിക്കൽ ഫ്രെയിംവർക്കാണ്. ഡൊണാൾഡ്സൺ ബ്രൗൺ എന്നൊരു എക്സിക്യൂട്ടീവ് ഡ്യൂപോണ്ട് കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 1920-കളിൽ പുള്ളി ഫ്രെയിം ചെയ്തൊരു അനലിറ്റിക്കൽ ഫ്രെയിംവർക്കാണ്. അതിന്റെ പർപ്പസ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ ROE എന്ന പ്രോഫിറ്റബിലിറ്റി മെട്രിക്കിന്റെ വ്യത്യസ്ത തരത്തിലുള്ള ഡ്രൈവേഴ്സ്, അത് ഫൈനാൻഷ്യൽ ആകാം, ഓപ്പറേഷണൽ ആകാം. അപ്പൊ അതിന്റെ കാര്യകാരണ സഹിതം നമുക്ക് ഈ പറഞ്ഞ ROE നമ്പറിൽ എത്തിച്ചേരാൻ കാരണമായി തീർന്നിരിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള കാരണങ്ങളെ പറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു അനലിറ്റിക്കൽ ഫ്രെയിംവർക്കാണ് ഡ്യൂപോണ്ട് അനാലിസിസ്. അപ്പൊ അതിന്റെ ഇക്വേഷനിലോട്ട് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പറഞ്ഞ ഡ്രൈവേഴ്സിന്റെ കാര്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ബേസിക് ഡെഫിനിഷൻ എന്ന് റിവിഷൻ നടത്താം. ബേസിക് ഡെഫിനിഷൻ എന്ന് വിളിക്കുന്നത് ROE ഈക്വൽസ് ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ക്യാപിറ്റൽ. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ക്യാപിറ്റൽ, ഓഹരി നിക്ഷേപകന്റെ പണത്തിന്റെ പുറത്ത് എത്രത്തോളം നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് ഈ പറഞ്ഞ ROE പെർസെന്റേജ് ടേംസിൽ കാണിച്ചു തരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഡ്യൂപോണ്ടിന്റെ അനാലിസിസിലോട്ട് പോവാം. അപ്പൊ ഡ്യൂപോണ്ടിന്റെ അനാലിസിസ് ബേസിക്കലി ഈ ഇക്വേഷൻ തന്നെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡഡ് ആവുകയാണ്. അപ്പൊ അവിടെ 3 പ്രധാനപ്പെട്ട കോമ്പണൻസ് ആയിട്ട് നമ്മൾ ROE തിരിക്കുകയാണ്. ROE 3 കോമ്പണൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ROE കിട്ടുമെന്ന് പറയുന്നു. അപ്പൊ അതിൽ ആദ്യത്തെ കോമ്പണന്റ് ആണ് അസറ്റ് ടേൺ ഓവർ. അസറ്റ് ടേൺ ഓവർ എന്ന് വിളിക്കുന്നത് ഒരു യൂണിറ്റ് അസറ്റിൽ നിന്ന്, ഇപ്പൊ നമ്മൾ INR ടൈംസിൽ പറയുമ്പോൾ 1 രൂപയുടെ അസറ്റിൽ നിന്ന് കമ്പനി എത്രത്തോളം സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 1 രൂപയുടെ അസറ്റിൽ നിന്ന്, അതായത് ഉദാഹരണത്തിന് കമ്പനിക്ക് ഒരു 10 കോടിയുടെ ആസ്തിയുണ്ട്. 10 കോടി ആസ്തി ഉള്ളപ്പോൾ ഒരു 20 കോടിയുടെ സെയിൽസ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിയുടെ അസറ്റ് ടേൺസ് 2 ആണ്. അപ്പം അതേ രീതിയിൽ ഇപ്പൊ കമ്പനിക്ക് ഒരു എക്സസീവ് ആയിട്ട് ഒരു അസറ്റ്സ് ബേസ് ഉണ്ടാകുന്ന കരുതുക. അതിനകത്ത് നിന്ന് കമ്പനി കൂടുതൽ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ അസറ്റ് ടേൺ ഓവർ കുറഞ്ഞിരിക്കും. ചിലപ്പോൾ അത് ലോങ് ടൈം ട്രെൻഡ് അങ്ങനെ തന്നെ ആയിരിക്കും. ചില പ്രത്യേക കേസിൽ നെറ്റ് പ്രോഫിറ്റ് മാർജിന്റെ പുറത്തും അല്ലെങ്കിൽ ഇക്വിറ്റി മൾട്ടിപ്ലയറിന് പുറത്തും മാത്രമായിരിക്കും കമ്പനിക്ക് ROE ബൂസ്റ്റഡ് ആകുന്നത്. അപ്പൊ ഇവിടെ അസറ്റ് ടേൺസ് കുറഞ്ഞിരിക്കുന്നത് ദീർഘകാലത്ത് എങ്ങനെയായിരിക്കും ട്രെൻഡ് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകേണ്ട ഒരു കാര്യമുണ്ട്. ഓപ്പറേഷൻ ലിവറേജിന്റെ കേസിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇൻ കേസ് ഇപ്പൊ 2025 കമ്പനി ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നത്, അവരുടെ ടോട്ടൽ അസറ്റ് ബേസ് കൂടുകയാണ് ആ ടൈമിൽ. ഇപ്പൊ 2024 കമ്പനി എത്രത്തോളം സെയിൽസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേ ഡിവൈഡഡ് ബൈ അപ്പോഴുണ്ടായിരുന്ന 2024 ടോട്ടൽ അസറ്റ്സിന് ഡിവൈഡ് ചെയ്താൽ അവരുടെ ഒരു നോർമലൈസ്ഡ് അസറ്റ് ടേൺ ഓവർ നമുക്ക് കിട്ടും. അതായത് സാധാരണഗതി കമ്പനി എത്രത്തോളം സെയിൽസ് അസറ്റ് ടേൺ ഓവർ നടത്തുന്നുള്ള കാര്യം 2024 നമ്പറിൽ കിട്ടും. അപ്പൊ ഇത് നമ്മൾ ഈ പറഞ്ഞ 2025 ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടന്നു കഴിഞ്ഞ് അവരുടെ ടോട്ടൽ സെയിൽസ് പൊട്ടൻഷ്യലായിട്ട് നടന്ന് കയറുമ്പോഴത്തേക്കും കമ്പനിക്ക് എത്രത്തോളം സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നമുക്ക് അപ്പം അറിയാൻ പറ്റും. അതായത് അസറ്റ് ടേൺ ഓവർ ഈക്വൽസ് ടു സെയിൽസ് ബൈ ടോട്ടൽ അസറ്റ്സ് ആണല്ലോ. അപ്പൊ സെയിൽസ് ഈക്വൽസ് ടു പുതിയ സെറ്റ് ഓഫ് ടോട്ടൽ അസറ്റ്സ് ഇൻറ്റു പഴയ ടേൺ ഓവർ. ആ രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെ ഈ പറഞ്ഞ പഴയ ടേൺ ഓവർ അല്ലെ പുതിയ ടേൺ ഓവറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന് ക്ലാരിറ്റി വരുത്തണമെങ്കിൽ കമ്പനിയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് കോളിലോ അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റർ റിലേഷൻ ടീമിലോ മെയിൽ അയച്ചോ ഒക്കെ നിങ്ങൾക്ക് ആ നമ്പർ ചിലപ്പോൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് നമ്പർ കിട്ടും. ഇനി അടുത്ത ഫാക്ടറാണ് ROE ഡ്രൈവ് ചെയ്യുന്ന അടുത്ത ഫാക്ടറാണ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്നുള്ളത്. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ പലതരത്തിലുള്ള പ്രോഫിറ്റ് മാർജിൻസിനെ പറ്റി പറഞ്ഞു. അപ്പൊ പ്രോഫിറ്റ് മാർജിൻസ് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, പിന്നെ ഈ ഓപ്പറേഷണൽ പ്രോഫിറ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ട് പ്രധാനമായിട്ടും. അപ്പൊ ഇൻ കേസ് ഇപ്പൊ ഗ്രോസ് പ്രോഫിറ്റിലോ അല്ലെങ്കിൽ ഓപ്പറേഷണൽ പ്രോഫിറ്റിലോ ഒക്കെ ഡിപ്പ് വന്നാൽ അല്ലെങ്കിൽ ടാക്സിൽ ഇൻക്രീസ് വന്നാലൊക്കെ നമുക്ക് ഈ പറഞ്ഞ നെറ്റ് പ്രോഫിറ്റ് മാർജിനിൽ ഡിപ്പ് വരാം. ഇപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് മാർജിനിൽ ഡിപ്പ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പൊ എന്തെങ്കിലും ഡയറക്റ്റ് കോസ്റ്റിലുള്ള ഇൻക്രീസോ, അല്ലെ ഉദാഹരണത്തിന് റോ മെറ്റീരിയൽ കോസ്റ്റിന്റെ വില കൂടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറക്റ്റ് വേജിന്റെ ഫാക്ടറി വർക്കറിന്റെ വേജ് കൂടി, അങ്ങനെയുള്ള കാരണത്താൽ പ്രോഫിറ്റ് മാർജിനിൽ ഡിപ്പ് വരാം. അല്ലെങ്കിൽ ഓപ്പറേഷണൽ പ്രോഫിറ്റിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്നത്തെ നിലയിൽ നമുക്ക് പറയാൻ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇപ്പോൾ ക്രൂഡിന്റെ വില കൂടിയിരിക്കുന്ന കാരണം ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷന്റെ കോസ്റ്റ് കൂടാം.
അപ്പോൾ അവിടെയൊക്കെ ഓപ്പറേഷണൽ കോസ്റ്റിന് ചിലപ്പോൾ അടി കിട്ടാം, അപ്പോൾ കുറച്ച് ഡിപ്പ് വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ മാർക്കറ്റിംഗ് ടീമിലോ ഫിനാൻസ് ടീമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ശമ്പളം കൂടി, അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള മാർക്കറ്റിംഗ് എക്സ്പെൻസ് കൂടി, അങ്ങനെയുള്ള കേസിലൊക്കെ ഓപ്പറേഷണൽ പ്രോഫിറ്റ് മാർജിൻ ഇടിയാം. അപ്പോൾ ഓപ്പറേഷണൽ പ്രോഫിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഡിപ്രീസിയേഷനും ടാക്സും എല്ലാം കഴിഞ്ഞുള്ള പ്രോഫിറ്റ് ആണ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ മുമ്പുള്ള പ്രോഫിറ്റിലൊക്കെ അടി കിട്ടിയതെല്ലാം താഴെ പറഞ്ഞ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എഫക്ട് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് വീഡിയോ കാണാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഏരിയയാണ് ലെവറേജ്. ലെവറേജ് നമ്മൾ ഒരു ഇൻഡയറക്ട്ലി നമ്മൾ പ്രോഫിറ്റബിലിറ്റി വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറയുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ലെവറേജിന്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെട്രിക് ആണ് ഇക്വിറ്റി മൾട്ടിപ്ലയർ. ഇക്വിറ്റി മൾട്ടിപ്ലയർ വളരെ സിമ്പിൾ ആണ്. ഡെറ്റ് ഇക്വിറ്റി പോലെ തന്നെ സിമ്പിൾ ആയ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ സാധാരണഗതിയിൽ ലെവറേജ് എക്സ്പ്രസ് ചെയ്യുന്നത് ഡെറ്റ് ഇക്വിറ്റി അല്ലെങ്കിൽ കമ്പനിക്ക് എത്രത്തോളം ലയബിലിറ്റീസ് ഉണ്ട് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ക്യാപിറ്റൽ. അതായത് കമ്പനി ഓഹരി പുതിയ ഇഷ്യൂ ചെയ്തുകൊണ്ടാകുന്ന ക്യാപിറ്റലും പ്ലസ് എന്തെങ്കിലും റിട്ടേൺ ഏർണിംഗ്സ് ഉണ്ടോ, ആ ഒരു നമ്പറാണ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇക്വിറ്റി ക്യാപിറ്റൽ വെച്ചിട്ട് മാത്രമാണ് കമ്പനി ടോട്ടൽ അസറ്റ്സ് ഫണ്ട് ചെയ്യുന്നുള്ളതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ കമ്പനി നേരത്തെ ഡെറ്റ് കൊണ്ട് റൈസ് ചെയ്ത അസറ്റ്സ് ആണ്, പക്ഷേ ഡെറ്റ് ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് കമ്പനി റീപേ ചെയ്തെന്ന് വരിക. അപ്പോൾ ഡെറ്റ് സീറോ ആകുന്ന ടൈമിൽ ടോട്ടൽ അസറ്റ്സ് ഈക്വൽ ടു ഇക്വിറ്റി എന്നൊരു തരത്തിൽ നമ്മുടെ ഇക്വേഷൻ മാറാം. അപ്പോൾ എന്ത് പറ്റും? അപ്പൊ അത് 1 ആകും. അപ്പൊ ഡെറ്റ് സീറോ ആകുമ്പോഴത്തേക്കും ഇക്വിറ്റി മൾട്ടിപ്ലയർ 1 ആയിരിക്കും. ഇനി ഡെറ്റ് കൂടുന്ന ടൈമിൽ 1 + ഡെറ്റ് ടു ഇക്വിറ്റി എന്ന രീതിയിലാണ് ഇക്വിറ്റി മൾട്ടിപ്ലയർ വേറെ തരത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഡെറ്റ് കൂടുന്ന ടൈമിൽ ഈ പറഞ്ഞ ROI കൂടിക്കൊണ്ടിരിക്കാം. ഡെറ്റ് ടു ഇക്വിറ്റി 1 ആണെങ്കിൽ ഇക്വിറ്റി മൾട്ടിപ്ലയർ 2 ആയിരിക്കും. കാരണം 1 + ഡെറ്റ് ടു ഇക്വിറ്റി ആണ് ഇക്വിറ്റി മൾട്ടിപ്ലയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെ ROE ഡെറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നതോറും ROE ബൂസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. കാരണം ഇക്വിറ്റി മൾട്ടിപ്ലയർ അവിടെ കൂടും. ഇനി ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം പറയാം. ഇപ്പോൾ അസറ്റ് ടേൺ ഓവറും നെറ്റ് പ്രോഫിറ്റ് മാർജിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് റിട്ടേൺ ഓൺ അസറ്റ് ആയിരിക്കും. കാരണം ഇവിടുത്തെ സെയിൽസും ഇപ്പൊ ഞാൻ ഇവിടുത്തെ സെയിൽസും അവിടുത്തെ മേളത്തെ സെയിൽസും ആയിട്ട് ക്യാൻസൽ ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് നെറ്റ് പ്രോഫിറ്റ് മേളിൽ വരും, ടോട്ടൽ അസറ്റ്സ് താഴെ വരും × 100. ഇപ്പൊ ടോട്ടൽ അസറ്റ്സിന്റെ പുറത്ത് കമ്പനി എത്രത്തോളം നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതിന്റെ ഒരു മെട്രിക്കാണ് റിട്ടേൺ ഓൺ അസറ്റ്. നമ്മൾ ഓൾറെഡി പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിന്റെ കാര്യത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ROA ആണ് ആദ്യത്തെ 2 ഈ ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ നമ്മൾ ഈ ഡ്യൂപോണ്ട് അനാലിസിസിന്റെ ROE ഇക്വേഷൻ പൊളിച്ചു എഴുതിയാൽ ROA × ലെവറേജ് അല്ലെ ഇക്വിറ്റി മൾട്ടിപ്ലയർ എന്ന് വിളിക്കുന്നതും ROE തന്നെയാണ്. ഇതിന്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ഞാൻ ബാങ്ക്സിന്റെ കാര്യം വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ ഒരു 1 ROA ഉള്ള ഒരു പബ്ലിക് സെക്ടർ ബാങ്കിന് മിക്കവാറും എല്ലാത്തിനും 1 ROA ആണ് ഏകദേശം. 1ന്റെ മേളിൽ സസ്റ്റൈനബിൾ ആയിട്ട് പോകാൻ കഴിവുള്ളത് ഇപ്പൊ SBI തുടങ്ങിയ ബാങ്ക്സിന് മാത്രമാണ്. ഇപ്പൊ 1 ROA ഉള്ള ഒരു ബിസിനസ്സിന് ഒരു 14 ROEയിൽ എത്തിക്കണമെങ്കിൽ അതിന്റെ ലെവറേജ് എത്രത്തോളം ആയിരിക്കണം? 14 ആയിരിക്കണം. ഇനി ഒരു പ്രൈവറ്റ് ബാങ്ക്സിന്റെ കേസ് പറയുമ്പോൾ ഒരു 2 ROA ഉള്ള ഒരു പ്രൈവറ്റ് ബാങ്ക് ആണെന്ന് വിചാരിക്കുക. കോട്ടക്ക് HDFC ഒക്കെ നോക്കുവാണെങ്കിൽ HDFC ഇപ്പോഴത്തെ നിലയിൽ 1.7 ഒക്കെ ഉള്ളൂ. പക്ഷെ ഒരു 2 ROA ഉള്ള ഒരു ബാങ്ക് ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ലെവറേജ് ഒരു 7 ലെവറേജ് ആണെങ്കിൽ കൂടി അവർക്ക് 14 ROE കിട്ടും. കാരണം ROA × ലെവറേജ് ആണ് ROE. അപ്പൊ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യൂസ് കേസ് ആണ്. കാരണം കൂടുതൽ റിസ്കിന്റെ ബേസിസിലാണ് നമ്മൾ ഈ പറഞ്ഞ ROE കിട്ടുന്നുണ്ടെങ്കിൽ അത് അത്ര കണ്ട് ശോഭനീയമല്ല. കാരണം ROA കൂടിയിരിക്കുന്നതാണ് എപ്പോഴും കുറെ കൂടെ സേഫർ ആയിട്ട് ROE ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ചുരുക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.